ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 കുഞ്ഞു ടിപ്സായിട്ടാണ്. നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെട്ട ടിപ്സാണ് കേട്ടോ. കുഞ്ഞു ടിപ്സ് പറഞ്ഞാലും വലിയ ഉപകാരമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ജീൻസ് പാൻറ്റിൻ്റെ ബട്ടനൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ മക്കളായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ നോക്കുമ്പോഴായിരിക്കും ഇതുപോലെ നല്ല പാൻറ്റൊക്കെ ബട്ടൺ പൊട്ടിയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ജീൻസിൻ്റെ ബട്ടണല്ലേ, ഇത് പൊട്ടിയാൽ നമുക്ക് ആ ബട്ടൺ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ വേറെ ബട്ടണൊന്നും വലുതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സൂത്രപ്പണിയുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇതുപോലൊരു കോയിൻ എടുക്കുക. ചെറിയ കോയിനാട്ടോ നല്ലത്. ഇതിപ്പോൾ ഒരു അറബി പൈസ ഇവിടെ തപ്പിയപ്പോൾ കിട്ടിയത്, ചെറുതൊന്നും കിട്ടിയില്ല. അപ്പോൾ അതാ ഒരു കോയിന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പീസ്, ഒരു തുണി എടുക്കുക. നമ്മൾ ഈ പാൻറ്റിനൊക്കെ മാച്ച് ആവുന്ന കളർ തന്നെ എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പിന്നെ എല്ലാത്തിൽക്കും മാച്ച് ആവുമല്ലോ. അപ്പോൾ എന്നിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം സൂചി നൂലെടുത്ത് ഇതുപോലെ ഒന്ന് തുന്നിയിട്ട് ഒന്ന് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബട്ടൺ തുന്നലൊക്കെ കഴിഞ്ഞു. ഇനി ആ എക്സ്ട്രാ വന്നിട്ടുള്ള തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. ഇനി ഇത് നമ്മൾ ആദ്യത്തെ ബട്ടൺ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ വെച്ച് സൂചി നൂലെടുത്ത് ഒന്ന് തുന്നി കൊടുക്കാം. തുന്നുമ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പിൽ തന്നെ തുന്നി കൊടുക്കുക കേട്ടോ. നമ്മളിത് നല്ല ഉറപ്പിലൊക്കെ തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബട്ടൺ വെക്കണ വരെ എന്തായാലും ഈ ബട്ടൺ ഉപയോഗിക്കാം കേട്ടോ. ഈ സംഭവം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ സാവധാനം ഒരു ബട്ടണൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ബട്ടൺ തുന്നിക്കഴിഞ്ഞ് ഇനി ഇത് ഞാൻ വലിയ കോയിൻ എടുത്തോണ്ട് തന്നെ വലുതായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഹോൾ അത്രയും ഒരു സൈസില്ല. അപ്പോൾ ഞാൻ ബ്ലേഡ് എടുത്തിട്ട് ചെറുതായിട്ട് ആ ഹോളൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഹോൾ വലുതാക്കി കൊടുത്തു കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് ബട്ടൺ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തത് കേട്ടോ, ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തത് എന്താ നോക്കാം. ഇത് മോൻ്റെ വേറൊരു പാൻറ്റാണ് കേട്ടോ. ഇതിൻ്റെ അരവണ്ണം കുറച്ച് ലൂസാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരവണ്ണം ലൂസുള്ള സംഭവം ഇങ്ങനെ ബാക്കിലൊന്ന് കൂട്ടിപ്പിടിച്ച് അടിച്ചു കൊടുക്കുക. പക്ഷെ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ലൂപ്പ് ഉള്ളിൽ പോവും. അപ്പോൾ ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ അത്ര വൃത്തിയിൽ നിൽക്കില്ല. അത് മാത്രമല്ല അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബാക്കിൽ ഇങ്ങനെ തടഞ്ഞിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പണി കാണിച്ചു തരാം. ഇത് ഞാൻ 2 ബട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടൺ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ 2 സൈഡിലായിട്ടൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ. തുന്നുന്ന സമയത്ത് ഈ നൂല് പുറത്തേക്ക് മീൻസ് ഇതിൻ്റെ ബാക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ കാണുന്ന ഭാഗത്തേക്ക് നൂല് വരാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് തുന്നി കൊടുക്കുക. അങ്ങനെ ഒരു ബട്ടൺ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിൽ ഇതുപോലൊരു ബട്ടൺ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ബട്ടൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബാക്കിലേക്കൊന്നും അതിൻ്റെ നൂലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ആ ബട്ടൺ വെച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ആ ഒരു ലെയർ മാത്രം ഒന്ന് പൊക്കി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഇലാസ്റ്റിക് വെക്കാനായിട്ടതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്ക് ആ ഒരു കട്ടിങ് വരാൻ പാടില്ല കേട്ടോ. അതുപോലെ ഇതാ ഇപ്പുറത്തെ സൈഡും നമ്മൾ ബട്ടൻ്റെ ഇപ്പുറത്തായിട്ട് ഒന്ന് തുണി പൊക്കി പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു പീസ് എലാസ്റ്റിക് എടുക്കുക. എലാസ്റ്റിക്കിനും ആ ഒരു ബട്ടൺ കടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എലാസ്റ്റിക്കിൻ്റെ 2 സൈഡിലും അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരറ്റം നമുക്ക് ഈ ഒരു ബട്ടൻ്റെ മുകളിൽ കൊളുത്തി കൊടുക്കുക. അതിനുശേഷം ഒരു പിന്നെടുത്തിട്ട് ഒരു സേഫ്റ്റി പിന്നെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിട്ട ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇങ്ങനെ കടത്തി അപ്പുറത്തെ സൈഡിൽ കൂടെ അപ്പുറത്തെ ഹോളിൽ കൂടെ പുറത്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് അപ്പുറത്തെ സൈഡിലുള്ള നമ്മൾ ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൻ്റെ മുകളിൽ ഇലാസ്റ്റിക്കിൻ്റെ ഇപ്പുറത്തെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഹോള് നമ്മൾ ഈ ഒരു ബട്ടൻ്റെ മുകളിൽ കൊളുത്തി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സംഗതി ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇനി വീട്ടിൽ ടൈലർ മെഷീൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മക്കളുടെ പാൻറ്റ് വണ്ണം കുറയ്ക്കാൻ ആരും ബുദ്ധിമുട്ടണ്ട. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി എങ്ങാനും ഇത് ഇത്ര ടൈറ്റ് വേണ്ട, മക്കൾ വണ്ണം വെക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത സംഭവം ഈ ബട്ടണും ഇലാസ്റ്റിക്കൊക്കെ എടുത്ത് കളഞ്ഞാൽ പറിച്ച് കളഞ്ഞാൽ പഴയ പോലെ ആയി കിട്ടും കേട്ടോ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെന്നാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.